രാവിലെ കുട്ടികളെ സ്കൂൾ വിട്ടിട്ട് കഴിഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ മാങ്ങ പറിക്കാൻ ആൾക്കാർ വന്നതെന്നും പറഞ്ഞ് ഉമ്മച്ചി വന്ന് നോക്കിയപ്പോൾ ദേ മുഴുത്ത മാങ്ങയെല്ലാം അവർ പറിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ മൊത്തം മാങ്ങ വാടി വീഴുന്നൊരവസ്ഥ. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ കുട്ടികളെ എല്ലാം വിട്ട് കഴിഞ്ഞുള്ളത് അടുക്കളയുടെ ബാക്കി ശേഷിപ്പുള്ളതാണ്. കുറച്ച് ഇടിയപ്പം കൂടെ പീച്ചാനുണ്ടായിരുന്നു. ഞാനങ്ങനെ ആ ഇടിയപ്പം കൂടെ പീച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ പറിച്ചപ്പോഴത്തേക്കിനും അവർ പോയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം പീച്ചി തട്ടിൽ വെച്ചിട്ട് ഞാൻ ദേ മാങ്ങ പറിച്ചതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കുറേ അധികം ഇല വീണ് കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം തൂത്തുവാരി കളഞ്ഞു. വന്നപ്പോഴത്തേക്കിനും നാട്ടുമാവിലുണ്ടായിരുന്ന കുറച്ച് നല്ല ചെനച്ച മാങ്ങ ഉമ്മച്ചി പറിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട്. അത് വെച്ചിട്ട് കുറച്ച് പച്ചമാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചേ. വലിയ പുളിപ്പുമില്ല, വലിയ മധുരവും ഇല്ല, ഏകദേശം ഒരു ചെനച്ച മട്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു, 3 നാരങ്ങ ഉണ്ടല്ലോ, മൊത്തം വെള്ളവും കുടിക്കുമെന്ന്. ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ കുടിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യും. ഉമ്മച്ചിയും വാപ്പച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുത്തിട്ട് ഞങ്ങളെല്ലാം ഓരോ ഗ്ലാസ് വീതം കുടിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മീൻകറി വെക്കാനുണ്ടായിരുന്നു. വാപ്പച്ചിക്ക് മീൻകറിയും വെച്ചു. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഇറച്ചിക്കറി വെക്കാനായിട്ട് ഞാൻ ഇറച്ചിക്കറി ഒന്ന് പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സവാളയും തക്കാളിയും മസാലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാ കാര്യങ്ങളും ഒന്ന് ചേർത്ത് വെച്ച് അടുപ്പിലേക്ക് ആക്കി വെച്ചു. അതിനുശേഷം കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകിയെല്ലാം സെറ്റാക്കി വെച്ച്. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.